ഹലോ ഫ്രണ്ട്സ്, റോക്സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി നമ്മളൊരു റോഡ് ട്രിപ്പിനാണ് പ്ലാൻ ചെയ്യുന്നത്. വേറെ എവിടേക്കുമല്ല, പാലക്കാടിൽ നിന്ന് 4 to 5 മണിക്കൂർ ഡ്രൈവുള്ള കോഴിക്കോട്ടിലേക്കാണ്, കാലിക്കറ്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഒരു പ്ലാനും ഇല്ലാത്ത യാത്ര ആയതുകൊണ്ട് നമ്മൾ ഓവർ ദ ഫോണാണ് ഈ റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്തത്. ഇത് ചെറിയൊരു ബീച്ച് റിസോർട്ടാണ്. കാപ്പാട് ബീച്ചിനടുത്തുള്ള വാസ്കോഡ ഗാമ ബീച്ച് റിസോർട്ട് എന്നൊരു റിസോർട്ടിലേക്കാണ് നമ്മൾ വന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും രാത്രി 12 മണിയൊക്കെ ആയിട്ടോ. ആ സമയത്ത് നമുക്ക് ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പിന്നെ കുഴപ്പമില്ല, നല്ല റിസോർട്ടാണ്, കാഴ്ചയ്ക്ക് നല്ലതാണ്, പിന്നെ ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ഇൻഡിവിജ്വൽ വില്ല പോലെയുള്ളതാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും, കുട്ടികൾക്കും ഞങ്ങൾക്ക് 2 പേർക്കും കിടക്കാനുള്ള സൗകര്യമുണ്ട്. ബാക്കി അത്യാവശ്യം ഒരു സംസാരിച്ചിരിക്കാനൊക്കെ ഉള്ളൊരു ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ഒരു വലിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള വില്ലാസാണിത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ്, വലിയ കോസ്റ്റൊന്നും ഇല്ല. നോർമലി ഒരു 3000 മുതൽ ഒരു 6000 വരെയുള്ളൂ ഇതിൻ്റെ മാക്സിമം പ്രൈസ് റേഞ്ച്. അപ്പോൾ കൊള്ളാം, മൊത്തത്തിൽ ആംബിയൻസ് ഒക്കെ കൊള്ളാം. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു വാക്കിങ്ങിന് ഇറങ്ങി. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ബീച്ചൊക്കെ വരുന്നത്. ട്രഡീഷണലും മോഡേണും കലർന്ന ഒരു രൂപത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കൊള്ളാം, നല്ല ഗാർഡൻ, പിന്നെ നല്ല ആംബിയൻസ്, പിന്നെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയും കാഴ്ചകളും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം റിസോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി. ഇവിടുന്ന് തൊട്ടടുത്ത് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ബീച്ച്. കാപ്പാട് ബീച്ചാണ്. വാസ്കോഡ ഗാമ വന്ന് ഇറങ്ങിയ സ്ഥലമാണ്. പാറും ശ്രീഹരിയും കൂടി ആവേശത്തിൽ ബീച്ചിലേക്ക് ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കാപ്പാട് ബീച്ച്. ഇവിടെ ചെറിയൊരു പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. മോർണിംഗ് വാക്കിനൊക്കെ പോകാനും ചെറിയ എക്സസൈസ് ചെയ്യാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ സൗകര്യമുള്ള പോലെ ഒരു പാർക്കാണ്. ഞങ്ങൾ പോകുമ്പോൾ എൻട്രി ഫീസ് ഉണ്ടായിരുന്നില്ല. ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, എൻട്രി ഫീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് നീറ്റായിട്ടുള്ള ബീച്ചാണ്. അധികം തിക്കും തിരക്കും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു രക്ഷയില്ല. സൂപ്പർ ആംബിയൻസും അടിപൊളിയായിട്ടുള്ള സാഹചര്യങ്ങളും, പിന്നെ ക്ലൈമറ്റും അത്യാവശ്യം ക്ലൗഡി ആയിരുന്നു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. തിരക്കില്ലാത്ത നല്ല പ്രൈവസിയുള്ള ബീച്ചസ് എപ്പോഴും നല്ലതാട്ടോ. ഗോവയിലൊക്കെയാണ് കൂടുതൽ അങ്ങനെ കണ്ടിരിക്കുന്നത്. ഇന്നർ ഗോവയിലൊക്കെ നമ്മൾ തിരക്കില്ലാത്ത ബീച്ചസൊക്കെ കണ്ടിട്ടുണ്ട്. മോർജിം പോലുള്ള ബീച്ചസൊക്കെ അത്യാവശ്യം തിരക്കുണ്ടാവില്ല, പക്ഷെ അതുപോലെ തീരെ തിരക്കില്ലാതെ നല്ല ആംബിയൻസ് ഉള്ള ബീച്ചാണ് കാപ്പാട് ബീച്ച്. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഈ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന റാമ്പ് പോലെ കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഏരിയ ഒരു രക്ഷയില്ല, അതിമനോഹരമാണ്. നമുക്ക് നടന്ന് ആ എൻഡ് വരെ പോവാം. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ കടലിലെ അറ്റ്മോസ്ഫിയറും ശബ്ദവും, തിര അടിക്കുന്ന ശബ്ദവും, ചെറിയ സ്പാർക്കും, ഈ ഒരു സ്പ്രേ പോലെ വരുന്ന വേവ്സും ഒക്കെ നല്ല രസമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളവിടെ പോയി ആ വൈബൊന്ന് ആസ്വദിക്കുന്നത് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങാൻ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ കല്ലിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങൾ, 2 കല്ലിൻ്റെ പാലത്തിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് ബീച്ചിൽ ഇറങ്ങാനുള്ള പെർമിഷനുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഭാഗങ്ങളിൽ തിരയുടെ ശക്തി വളരെ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ ബീച്ചിൽ ആസ് യൂഷ്വൽ മണൽ ബീച്ചും മണലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ ഓടിക്കളിക്കും. കടലിൽ കിട്ടുന്ന വെള്ളാരം കല്ലും ശംഖും ഒക്കെ പെറുക്കി അതൊക്കെ പോക്കറ്റിലിട്ട് നടക്കുന്നതാണ് ഇവരുടെ മെയിൻ ഹോബി. പിന്നെ കുറച്ച് കടൽ ജീവികൾ, ഞണ്ട്, വണ്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടു ഞങ്ങൾ. രസമുണ്ട്, നല്ല ആംബിയൻസാണ്. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലിൽ പോയിരിക്കാൻ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു മോർണിംഗ് വാക്കൊക്കെ കടൽ തീരത്ത് കൂടെ നടന്നു പോകുന്നതൊക്കെ ഒരു രസമാണ്. പണ്ട് സിനിമയിലൊക്കെ പാലക്കാട്ടുകാർ കണ്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷേ ഞങ്ങൾക്ക് എപ്പോഴും കടൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഫേവറേറ്റായ ഒരു സ്ഥലമാണ്. കുറച്ച് നേരം കടലിലൊക്കെ കളിച്ച് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ എൻജോയ് ചെയ്ത ശേഷം ഞങ്ങൾക്ക് നല്ല വിശപ്പടിച്ചു. വിശപ്പ് കയറിയപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് റിസോർട്ടിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. അപ്പോൾ കിച്ചണിലേക്ക് നടന്ന് അന്വേഷിച്ച് കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ കണ്ട കാഴ്ച ഞങ്ങൾ ഞെട്ടിച്ചു. കാരണം 8 മണിയായിട്ടും 8:30 ആയിട്ടും ഫുഡൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു 1/2 hour 15 minutes വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്ന് താഴെ വീണ്ടും റൂമിൽ പോയി 10 minute റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഞങ്ങളെ ഞെട്ടിക്കുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ഒരു രക്ഷയില്ല, കോംപ്ലിമെൻ്ററി ആണ്, നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്.
നല്ല ക്വാളിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നല്ല രസമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് പൂളിലേക്ക് ഇറങ്ങണം എന്നായി. ഒരു ചെറിയ പൂളാണ്, വലിയ ഫെസിലിറ്റിയുള്ള പൂളൊന്നുമല്ല, പക്ഷെ കുഴപ്പമില്ല. കുട്ടികൾക്ക് കളിക്കാനും നമുക്ക് ചുമ്മാ ഇറങ്ങി ഒന്ന് ചില്ല് ചെയ്യാനും പറ്റുന്ന പൂളാണ്. അങ്ങനെ അവിടെ വെച്ച് കുട്ടികളുടെ കുറച്ച് സ്ലോ മോഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്ലോ മോഷൻ വീഡിയോസ് കാണാൻ എപ്പോഴും നല്ല രസമാണ് കേട്ടോ, നല്ല ഫണ്ണാണ് കേട്ടോ. എന്തുകൊണ്ടാണ് മിക്ക സിനിമകളിലും സ്ലോ മോഷൻ വീഡിയോസ് ഇട്ട് തകർക്കണമെന്ന് ഇപ്പോൾ മനസ്സിലായി. പിന്നെ റൂമിൽ പോയി ഒന്ന് കുളിച്ച് റെഡിയായി വന്നപ്പോഴത്തേക്കും വീണ്ടും വിശപ്പ് തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് സീ ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു റോഡ് സൈഡുള്ള ചെറിയൊരു കടയിൽ കയറി ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഗൂഗിളിൽ നല്ല റിവ്യൂ ഉണ്ട്, അത് കണ്ടിട്ട് കയറിയതാ. ചെറിയൊരു കടയാണ്, പക്ഷേ ഒരു രക്ഷയില്ല. ഫുഡ് നല്ല ഫുഡാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വാസ്കോഡ ഗാമയുടെ സ്മാരകം കാണാൻ വേണ്ടി ഞങ്ങളെത്തി. ഞാൻ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിട്ടോ. ചെറിയൊരു സ്തൂപം മാത്രമേ ഉള്ളൂ, ചെറിയൊരു ലാൻഡ്മാർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ വാസ്കോഡ ഗാമയെ അനുകൂലിക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്തു വന്നാലും ഇതൊരു ചരിത്ര സ്മാരകമാണ്, ചരിത്ര സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് ഇല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ചെറിയൊരു സ്മാരകം ഉണ്ടാക്കാമായിരുന്നു. പോർച്ചുഗീസ് എക്സ്പ്ലോററായ വാസ്കോഡ ഗാമയുടെ കഥ നമ്മൾ ചരിത്രം പഠിച്ചിട്ടുണ്ട്, ചരിത്രത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അത് നല്ല രീതിക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഒരു കെട്ടിടമോ ഒരു നിർമ്മിതിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കുറച്ചുകൂടി അഡ്വൈസബിൾ ആയിരുന്നു. പക്ഷേ ഇതൊരു ചെറിയൊരു കൽവെട്ടിൽ തീർത്തപ്പോൾ കണ്ടപ്പോൾ എന്തോ ഒരു സുഖം തോന്നിയില്ല. പിന്നെ കാപ്പാട് ബീച്ചിൻ്റെ സൈഡിലൂടെ ഈ റോഡ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല റോഡാണ്, നല്ല വൈബാണ്. കുറേ തെങ്ങിൻ്റെ നടുവിലൂടെ ചെറിയ റോഡ്, ഇടത് ഭാഗത്തായിട്ട് ബീച്ചും കടൽ തൊട്ടടുത്ത് കടലാണ്. ആ കടൽ കയറി വരാതിരിക്കാൻ കുറേ കല്ലുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇതൊക്കെ കണ്ട ശേഷം ഞങ്ങൾ റിസോർട്ടിൽ വന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് കാലിക്കറ്റ് ബീച്ചിലേക്കാണ്. കാപ്പാട് ബീച്ചിൻ്റെ നേരെ വിപരീതമായിട്ടാണ് കാലിക്കറ്റ് ബീച്ചുള്ളത്. എന്താ വെച്ചാൽ ഫുള്ളി ക്രൗഡറാണ്, ഭയങ്കര ഹാപ്പനിങ് ആണ്, ഫുൾ ആംബിയൻസ് ആണ്, ലൈറ്റും സെറ്റിങ്സും പിന്നെ കച്ചവടക്കാരും ജനത്തിരക്കും ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ല. നമ്മുടെ കോഴിക്കോട് എന്നുള്ള ബോർഡും ഒരു രക്ഷയില്ലാത്ത സ്ഥലം. പിന്നെ അതേപോലെ ഈ തിക്കും തിരക്കും കച്ചവടക്കാരും ഒക്കെ ഒരു നല്ല ആംബിയൻസ് ആണ്. പിന്നെ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഒരു പട്ടമൊക്കെ വാങ്ങിച്ച് പറത്തി കേട്ടോ. ഞാൻ ലൈഫിൽ കുട്ടിക്കാലത്താണ് പട്ടമൊക്കെ പറത്തിയത്. ഞാനും പിള്ളേരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഞാനും പറത്തി. പാറുവിനും ശ്രീഹരിക്കും പട്ടം പറത്തുന്നത് ഭയങ്കര ഇഷ്ടമായി. അവിടെ നല്ല രസമുണ്ട്, മൊത്തത്തിൽ നല്ല രസമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ചെറിയ സ്നാക്സുകളും പിന്നെ ഈ ഫ്രൂട്ട്സും ഉപ്പിലിട്ടതും ഒക്കെ അവിടെ കിട്ടും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ എൻജോയ് ചെയ്ത്, കുറച്ചധികം നേരം എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് ബീച്ചിൽ നിന്ന് മടങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് മിഠായി തെരുവിലേക്കാണ് കേട്ടോ. മിഠായി തെരുവ് ഫേമസ് ആണ് കാലിക്കറ്റിൽ. അത്യാവശ്യം ഷോപ്പിംഗ് ചെയ്യാനും ഒന്ന് കറങ്ങി അടിച്ച് നടക്കാനും ഒക്കെ ബെസ്റ്റ് സ്ഥലമാണ്. എല്ലാ സാധനങ്ങളും നല്ല ചീപ്പ് റേറ്റിന് കിട്ടും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾ മൊത്തം ഫുള്ളൊരു പാർട്ടി മോഡിലാണ് ആൾക്കാർ ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. കോഴിക്കോട് ഭയങ്കര ഡെവലപ്പായ ഒരു സ്ഥലമാണ്. അവിടുത്തെ അതേപോലെ ആളുകളുടെ വസ്ത്രധാരണവും പിന്നെ ഷോപ്പിംഗ് ഹാബിറ്റും ഒക്കെ വ്യത്യാസമാണ്. ഒരു സാധനം വാങ്ങിച്ചില്ലെങ്കിൽ ചുമ്മാ അതിലൂടെ നടന്നു പോകുമ്പോൾ നല്ല വൈബാണ്. ഏതോ ഒരു ഫോറിൻ മാർക്കറ്റിലൊക്കെ ചെന്ന ഒരു ഫീലാണ്. പിന്നെ എടുത്തു പറയേണ്ടത് കോഴിക്കോട് വന്നാൽ മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം പാരഗണിലെ ബിരിയാണി. പിള്ളേർക്കൊക്കെ ഒന്ന് ക്ഷീണായി കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് പാരഗണിൽ വന്ന് ഞങ്ങൾ അവിടുത്തെ ചിക്കൻ ബിരിയാണി കഴിച്ചു. ഒരു രക്ഷയില്ല ടേസ്റ്റ്. കുട്ടികളായാലും ഞങ്ങളായാലും നല്ലോണം ബിരിയാണി കഴിച്ചു. സാധാരണ ഞാൻ ലോങ് ഡ്രൈവിന് മുമ്പ് ഒരുപാട് കഴിക്കാറില്ല, പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് കണ്ടപ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റിയില്ല. നല്ല ടേസ്റ്റ്. അത് ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ പാലക്കാട്ടേക്ക് മടങ്ങി. വളരെ ലേറ്റായി, എന്നാലും നല്ലൊരു ഓർമ്മയോടെ നല്ലൊരു ഡ്രൈവ്, നല്ലൊരു സ്ഥലം, നല്ലൊരു കാഴ്ചകൾ. പ്ലാൻഡ് അല്ലാത്തൊരു വിസിറ്റായിരുന്നു, പക്ഷെ ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് നല്ല മെമ്മറീസ് കിട്ടി. കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. നല്ലൊരു സ്ഥലമാണ് കോഴിക്കോട്. എല്ലാവരും കോഴിക്കോട് പക്ഷെ ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീരില്ല. ഒരുപാട് 2-3 ദിവസമൊക്കെ എടുത്ത് ടൗണൊക്കെ ഒന്ന് കാണണം. കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ പോയതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കാണുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജ്ജം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.